ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കനത്ത മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ 11.19 ലക്ഷത്തിന്റെ കൃഷിനാശം. കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. കോട്ടയം ചൊക്കല്ലിൽ ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടം. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. തീവ്രമഴയിലും കാറ്റിലും 48 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കെഎസ്ഇബി. 7ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. സംസ്ഥാനത്ത് +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. +1 പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തെക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപക മഴ തുടരും. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കാലവർഷം അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എത്തിച്ചേരാനാണ് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. നെയ്യാറ്റിൻകര, പാറശാല, വെള്ളറട, വിഴിഞ്ഞം, വർക്കല എന്നിവിടങ്ങളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. കിള്ളിയാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ജഗതിയിലെ 100ഓളം വീടുകളിൽ വെള്ളം കയറി. പാലോട്, പെരിങ്ങമല ഇടിമിന്നലേറ്റ് ഒരു വീട് ഭാഗികമായി തകർന്നു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ 150 സെന്റിമീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. പരിസരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ മലയോര, കായലോര മേഖലകളിൽ ഗതാഗതത്തിനും വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വ്യാപക നാശനഷ്ടം. മീനച്ചിലാർ കരകവിഞ്ഞ് തീരപ്രദേശങ്ങളും റോഡുകളും വെള്ളത്തിനടിയിലായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. ഇടമറുക ചൊക്കല്ല് ഭാഗത്ത് ഉരുൾപൊട്ടി 7 വീടുകൾ നശിച്ചു. തലനാട്ടിൽ മണ്ണിടിച്ചിൽ 2 വീടുകൾ നശിച്ചു. രാവിലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും മീനച്ചിലാർ കരകവിഞ്ഞു. ഈരാറ്റുപേട്ട, പാലാ നഗരങ്ങളിൽ വെള്ളം കയറി. ഈരാറ്റുപേട്ടയിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട, പാലാ, ഈരാറ്റുപേട്ട റോഡുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മീനച്ചിലാറിന്റെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ വി. വിഘ്നേശ്വരി അറിയിച്ചു. ജില്ലയുടെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചു. കോട്ടയം ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽകല്ല്, മാർമല അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം ജില്ലാ കളക്ടർ നിരോധിച്ചു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ച് ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി ഉത്തരവായി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലും രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തി. വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയിൽ കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഇൻഫോ പാർക്ക് മേഖലയിൽ ഉൾപ്പെടെ വെള്ളം കയറിയത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആകാശവാണി ലേഖകൻ ആർ. രാജ്മോഹൻ. എറണാകുളം ജില്ലയിൽ കാലത്ത് ഏതാണ്ട് 8:30 ആരംഭിച്ച മഴ 3 മണിക്കൂറോളം തോരാതെ പെയ്തത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ആലുവ എറണാകുളം റോഡിൽ ഗതാഗതം താറുമാറായി. കൊച്ചി നഗരത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ശക്തമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. കലൂർ, കാക്കനാട് ഇൻഫോ പാർക്ക്, പനമ്പള്ളി നഗർ, കളമശ്ശേരി, തോപ്പുംപടി തുടങ്ങിയ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസിന് മുകളിൽ മരം വീണുവെങ്കിലും ആളപായമില്ല. രാമേശ്വരം വില്ലേജിൽ സൌദി ഭാഗത്ത് മറിഞ്ഞ ചെറു ബോട്ടിൽ ഉണ്ടായിരുന്ന 5 പേരെ രക്ഷപ്പെടുത്തി. രാമേശ്വരം മുണ്ടംവേലിയിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. 1 മണിയോടെ മഴ കുറഞ്ഞുവെങ്കിലും അന്തരീക്ഷം മൂടിക്കെട്ടിയ നിലയിലാണ്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ 11.19 ലക്ഷത്തിന്റെ കൃഷിനാശം. കനത്ത മഴയിൽ 5 വീടുകൾക്കും ഭാഗിക നാശനഷ്ടമുണ്ടായി. ഈഞ്ചക്കൽ UP സ്കൂളിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി ആരംഭിച്ചതോടെ ജില്ലയിൽ 4 ക്യാമ്പുകളിലായി കഴിയുന്നവരുടെ എണ്ണം 31ആയി. കൊല്ലം ജില്ലയിൽ പുലർച്ചെ മുതൽ പെയ്ത തുടർച്ചയായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ വെള്ളം കയറി. ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ച മുതൽ ഇന്ന് ഉച്ചവരെയുള്ള മഴക്കെടുതിയിൽ ജില്ലയിൽ ആകെ 18 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടമുണ്ടായി. കുന്നത്തൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായത്.
ആലപ്പുഴ ജില്ലയിൽ പരക്കെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി ഇന്ന് ആരംഭിച്ചു. അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാടാണ് ക്യാമ്പുകൾ പുതുതായി ആരംഭിച്ചത്. 3 ക്യാമ്പുകളിലുമായി 700ഓളം പേർ അന്തേവാസികളായുണ്ട്. സംസ്ഥാനത്തുടനീളമുണ്ടായ തീവ്ര മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടമുണ്ടായതായി കെഎസ്ഇബി. പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം 48 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 11 kV ലൈനുകളുടെയും ട്രാൻസ്ഫോമറുകളുടെയും തകരാറുകൾ പരിഹരിച്ച ശേഷമാകും വ്യക്തിഗത പരാതികൾ പരിഹരിക്കുകയെന്നും അതിനാൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും കെഎസ്ഇബി ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. കാസർഗോഡ് അരയി പുഴയിൽ കുളിക്കുന്നതിനിടെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് 14 വയസ്സുകാരൻ മരിച്ചു. അരയി വട്ടത്തോട് BK മുഹമ്മദ് സിയാനാണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 7ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിലും പശ്ചിമബംഗാളിലും പ്രചാരണം നടത്തി. എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് ഹിമാചൽ പ്രദേശിലെ ഹമീർപൂരിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഉത്തർപ്രദേശിലെ രുദ്രപൂരിലും പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്തു. ജൂൺ 1-നാണ് 57 മണ്ഡലങ്ങളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 30-ന് കന്യാകുമാരിയിലെത്തും. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും ധ്യാന മണ്ഡപവും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇവിടെ ധ്യാനത്തിലേർപ്പെടും. +1 പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. ആദ്യ അലോട്ട്മെന്റ് അടുത്ത മാസം 5-നും 2ാം അലോട്ട്മെന്റ് 12-നും 3ാം അലോട്ട്മെന്റ് 19-നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്. +1 ക്ലാസുകൾ ഈ മാസം 24-ന് ആരംഭിക്കും. അതിനിടെ ഈ വർഷത്തെ +1 ഫലം പ്രസിദ്ധീകരിച്ചു. www.prd.kerala.gov.in, keralaresults.nic.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലമറിയാം. വിവിധ ആവശ്യങ്ങളുമായി സമീപിക്കുന്നവരെ ഒരുപോലെ പരിഗണിക്കാനും അവരോട് നീതിയുക്തമായ സമീപനം പുലർത്താനും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്ത് നിന്ന് 2023-ലെ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ചവരെ അനുമോദിക്കാൻ രാജ്ഭവനിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ഭരണനിർവഹണം കാര്യക്ഷമമാക്കി ക്ഷേത്രങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കണമെന്നും 5 ദേവസ്വം ബോർഡുകളിലും നിന്നുള്ള ഭാരവാഹികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ട്രഷറിയിൽ നിന്ന് 5000 രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ മാറുന്നതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന വാർത്ത പൊതുജനങ്ങളെയും ഇടപാടുകാരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ട്രഷറി ഡയറക്ടർ. സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും ട്രഷറികൾക്ക് നൽകിയിട്ടില്ലെന്നും ഡയറക്ടർ അറിയിച്ചു. അബ്കാരി പോളിസി മാറ്റം തീരുമാനിക്കാൻ ടൂറിസം വകുപ്പിന് എന്താണ് അവകാശമെന്നും എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ ടൂറിസം വകുപ്പ് കവർന്നെടുക്കുകയാണെന്നും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ടൂറിസം മന്ത്രിയുടെ ഓഫീസിൽ അധികാര കേന്ദ്രീകരണം നടക്കുന്നതായും അദ്ദേഹം കോഴിക്കോട് ആരോപണമുയർത്തി. സംസ്ഥാനത്ത് നിപ പ്രതിരോധത്തിന് പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വർഷം മുഴുവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും നിപ വ്യാപന സാധ്യതയുള്ള മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചാണ് കലണ്ടർ തയ്യാറാക്കുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സെപ്റ്റംബർ വരെ ക്യാമ്പയിൻ അടിസ്ഥാനത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ആരോഗ്യ പ്രവർത്തക മരിച്ചു. കുറ്റ്യാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ അനസ്തീഷ്യ ടെക്നീഷ്യൻ തീക്കുനി സ്വദേശി മേഘനയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കനത്ത മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ 11.19 ലക്ഷത്തിന്റെ കൃഷിനാശം. കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. കോട്ടയം ചൊക്കലിൽ ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടം. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. തീവ്രമഴയിലും കാറ്റിലും 48 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കെഎസ്ഇബി. 7ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. സംസ്ഥാനത്ത് +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. +1 പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.